വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് 0.01 mm ആണ്. മെട്രിക് മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. നെക്സ്റ്റ്, micrometers used to take the outside measurements are known as outside micrometer. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഔട്ട്സൈഡ് മൈക്രോമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ പാർട്സ് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രെയിമാണ്. ഈ കാണുന്നതാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അറിഞ്ഞിരിക്കുക. ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ മാലിയബിൾ കാസ്റ്റിംഗ് കൊണ്ടായിരിക്കും. പിന്നെ ഈ പാർട്സിലേക്കാണ്, അതായത് ഫ്രെയിം എന്ന് പറയുന്ന അതിലേക്കാണ് ബാക്കി എല്ലാ പാർട്സും മൈക്രോമീറ്ററിൻ്റെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ മാലിയബിൾ കാസ്റ്റേൺ ആണ്. ബാക്കി എല്ലാ പാർട്സും ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ബാരൽ അല്ലെങ്കിൽ സ്ലീവ് ആണ്. ഈ കാണുന്നതാണ് ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫ്രെയിമുമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ബാരൽ ഓർ സ്ലീവ് ഈസ് ഫിക്സഡ് ടു ദ ഫ്രെയിം. ദ ഡാറ്റം ലൈൻ ആൻഡ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദിസ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഡേറ്റം ലൈൻ കാണും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ലീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിലൊരു ഡേറ്റം ലൈൻ കാണും. ഓക്കെ, അതിലിങ്ങനെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് തിമ്പിളാണ്. തിമ്പിൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ബിവൽ ചെയ്ത് ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്ന, നമുക്ക് കൈകൊണ്ട് കറക്കാൻ പറ്റുന്ന, ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് തിമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ബിവൽഡ് സർഫസിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലേക്കാണ് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്പിൻഡിൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഓക്കെ, ഈ നാരോ ആയിട്ടുള്ള ഈ ഷാഫ്റ്റാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സ്പിൻഡിലിനെ കുറിച്ചാണ്. അപ്പോൾ സ്പിൻഡിലിൻ്റെ ഒരു ഫേസിൽ, സ്പിൻഡിലിൻ്റെ വൺ എൻഡിൽ മെഷറിംഗ് ഫേസ് ആയിരിക്കും. അതർ എൻഡ് എന്ന് പറയുന്നത് ത്രെഡഡ് ആണ്. അത് ഒരു നെറ്റിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ദ ത്രെഡഡ് മെക്കാനിസം അലോസ് ഫോർ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ത്രെഡഡ് മെക്കാനിസം ഉണ്ട്. അതുമൂലമാണ് ഈ സ്പിൻഡിൽ മുന്നിലോട്ടും പിന്നിലോട്ടും മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ആൻവിലാണ്. ആൻവിൽ എന്ന് പറയുന്നത് ഈ സ്പിൻഡിലുമായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് മെഷർ ചെയ്യണം, അതിൻ്റെ ഔട്ട്സൈഡ് ഡയമെൻഷൻ. അപ്പോൾ ഈ ആൻവിലും സ്പിൻഡിലിൻ്റെയും ഈ ഫേസിൻ്റെ ഇടയ്ക്കായിരിക്കും കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് ആൻവിൽ എന്ന് പറയുന്നത്. ഇതുപോലെ ആ ഫ്രെയിമിൻ്റെ അവിടെ ചെറിയൊരു ടിപ്പ് പോലെ വന്നിരിക്കുന്ന ആ ഫേസാണ്. ഇത് സ്പിൻഡിലായിരിക്കും, ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് വെക്കുന്നത്. ആൻവിൽ ഈസ് വൺ ഓഫ് ദ മെഷറിംഗ് ഫേസ് വിച്ച് ഈസ് ഫിറ്റഡ് ഓൺ ദ മൈക്രോമീറ്റർ ഫ്രെയിം. പിന്നെ ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. അലോയ് സ്റ്റീൽ കൊണ്ടിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സ്പിൻഡിൽ ലോക്ക് ആണ്. ഓക്കെ, സ്പിൻഡിൽ ലോക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ആ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പോർഷനാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈഡ് ലൊക്കേഷനിൽ അതിനെ ലോക്ക് ചെയ്യാനായിട്ടാണ് സ്പിൻഡിലിനെ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. സ്പിൻഡിൽ ലോക്ക് നട്ട് ഈസ് യൂസ്ഡ് ടു ലോക്ക് ദ സ്പിൻഡിൽ അറ്റ് ഡിസൈഡ് പൊസിഷൻ. അപ്പോൾ ആ ഡിസൈഡ് പൊസിഷനിൽ സ്പിൻഡിലിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിൻഡിൽ ലോക്ക് നട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് റാച്ചറ്റ് സ്റ്റോപ്പ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ റാച്ചറ്റ് സ്റ്റോപ്പ് യൂണിഫോം പ്രഷർ എൻഷുർ ചെയ്യുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ബിറ്റ്വീൻ ദ മെഷറിംഗ് സർഫസസ്. അതായത് ഇപ്പോൾ നമ്മൾ ആൻവിലിൻ്റെയും സ്പിൻഡിലിൻ്റെ ഇടക്കായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. ഓക്കെ, നമ്മളിത് ഓവറായിട്ട് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാവും. അപ്പോൾ ഓവർ ടൈറ്റനിങ് സമയത്ത് ഒരു യൂണിഫോം പ്രഷർ നമ്മുടെ മെഷറിംഗ് സർഫസിൽ കൊടുക്കാനായിട്ടാണ് ഈ റാച്ചറ്റ് സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഓവറായിട്ട് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റാച്ചറ്റ് സ്റ്റോപ്പ് സ്ലിപ്പായിട്ട് ആ മെഷറിംഗ് ഫേസ് ഡള്ളാകുന്നതിൽ നിന്ന് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ ഗ്രാജുവേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുള്ളതാണ്. സ്ക്രൂ ആൻഡ് നെറ്റ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, സ്ക്രൂ ആൻഡ് നെറ്റ്. അപ്പോൾ ഒരു മൈക്രോമീറ്ററിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് സ്ക്രൂ ആൻഡ് നെറ്റ് ആണ്. പിന്നെ ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ ഡ്യൂറിങ് വൺ റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദ സ്ക്രൂ. അതായത് ഈ സ്പിൻഡിലിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ്, അതായത് സ്ക്രൂവിൻ്റെ പിച്ച് ഉണ്ടല്ലോ, അതിന് ഈക്വൽ ആയിരിക്കും. The movement of the spindle to the distance of the pitch or its fractions can be accurately measured on the barrel and thimble. അപ്പോൾ ഈ സ്പിൻഡിൽ എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ബാരലിലെ റീഡിങ്ങും അതുപോലെ തിമ്പിളിലെ റീഡിങ്ങും നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും.
നെക്സ്റ്റ് ഗ്രാജുവേഷൻസിനെ കുറിച്ചാണ്. ഇൻ മെട്രിക് മൈക്രോമീറ്റർ പിച്ച് ഓഫ് ദ സ്പിൻഡിൽ ത്രെഡ് ഈസ് 0.5 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിച്ച് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അത് 0.5 mm ആണ്. മെട്രിക് മൈക്രോമീറ്റേഴ്സിൽ പിച്ച് ഓഫ് ദ സ്പിൻഡിൽ ത്രെഡ് എന്ന് പറയുന്നത് 0.5 mm ആണ്. ദെയർ ബൈ ഇൻ വൺ റൊട്ടേഷൻ ഓഫ് ദ തിമ്പിൾ ദ സ്പിൻഡിൽ അഡ്വാൻസസ് ബൈ 0.5 mm. അപ്പം ഒരു തവണ തിമ്പിൾ എന്ന് പറയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പീസാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്നത് 0.5 mm ആയിരിക്കും. അതായത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഈ സ്പിൻഡിൽ 0.5 mm ക്ലോക്ക് വൈസ് ഇരിക്കുവാണെങ്കിൽ ഇതേപോലെ അഡ്വാൻസ് ചെയ്യും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ തിരിച്ച് ഇതേപോലെ റിട്ടേൺ വരും. ഓക്കെ. ഓൺ ദ ബാരൽ 25 mm ലോങ് ഡേറ്റം ലൈൻ ഈസ് മാർക്ക്ഡ്. അപ്പോൾ ഈ ബാരലിൽ 25 mm ലോങ് ഡേറ്റം ലൈൻ ആയിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാരൽ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്ന ഒരു പീസാണ്. അതിലൊരു സ്ട്രൈറ്റ് ലൈൻ കാണും, അതിനാണ് ഡേറ്റം ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഇങ്ങനെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 5, 10, 15, 20 അപ് ടു 25 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനിടക്ക് 0.5 mm വീതം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റീഡിംഗ് എടുക്കുമ്പോൾ നോക്കാം. ദിസ് ലൈൻ ഈസ് ഫർദർ ഗ്രാജുവേറ്റഡ് ടു millimeters ആൻഡ് 0.5 millimeters. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന 1 mm. ഈ ടോപ്പിലെല്ലാം 1 mm ആയിരിക്കും, 0.5 mm ആയിരിക്കും ഈ താഴത്ത് വരുന്ന റീഡിങ്. ഇത് ഈ 1 mm ഇടയിലേക്കായിരിക്കും കൊടുത്തിരിക്കുക. ഗ്രാജുവേഷൻസ് ആർ നമ്പേർഡ് ആസ് 0, 5, 10, 15, 20 ആൻഡ് 25. ഇതുപോലെ 0, 5, 10, 15, 20 ആൻഡ് 25 ആയിട്ടായിരിക്കും ഗ്രാജുവേഷൻസ് നമ്പർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് തിമ്പിളിലെ കാര്യമാണ്. ഓക്കെ. സർക്കംഫറൻസ് ഓഫ് ദ ബിവൽ എഡ്ജ് ഓഫ് ദ തിമ്പിൾ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻറ്റു 50 ഡിവിഷൻസ്. അപ്പോൾ 50 ഡിവിഷൻസ് ആയിട്ടാണ് ഇവിടെ ഈ തിമ്പിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 0, 5, 10, 15 അപ് ടു 45 to 50 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇതേപോലെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ. അതിൽ 0 കാണും, അതിൻ്റെ മുകളിൽ 5, 10 ഇതേപോലെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ 45 to 50 വരെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റീഡിങ് വരുന്നത്. പിന്നെ ദ ഡിസ്റ്റൻസ് മൂവ് ബൈ ദ സ്പിൻഡിൽ ഡ്യൂറിങ് വൺ റൊട്ടേഷൻ ഓഫ് ദ തിമ്പിൾ ഈസ് 0.5 mm. നേരത്തെ പറഞ്ഞായിരുന്നു ആ ത്രെഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 0.5 mm ആണ്. അപ്പോൾ നമ്മൾ ഈ തിമ്പിൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് സ്പിൻഡിൽ മൂവ് ചെയ്യുന്നത് 0.5 mm ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഓഫ് 1 ഡിവിഷൻ ഓഫ് ദ തിമ്പിളിൻ്റെ ഒരു ഡിവിഷൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പിച്ച് ഇൻറ്റു 1 ഡിവിഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ തിമ്പിൾ അതെന്ന് പറയുന്നത് 0.01. ഇതായിരിക്കും നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 0.01 mm ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് അതിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൈക്രോമീറ്ററിൽ. ഓക്കെ. ഇപ്പോൾ ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ റേഞ്ചസ് പറയുന്നത് ഇപ്പോൾ ഒരു മൈക്രോമീറ്റർ 0 to 25 ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് 25 to 50 mm ആയിരിക്കും. അതുപോലെ അപ് ടു 125 to 150 വരെ റേഞ്ചസിൽ ഇത് അവൈലബിൾ ആണ്. അതായത് 0 to 25 ഒരു 25ൻ്റെ സ്റ്റെപ്പായിട്ടായിരിക്കും. 25 to 50 കാണും. അതേപോലെ തന്നെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് 50 to 75 ആണ്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് അവിടുത്തെ 0 റീഡിംഗ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. മിനിമം റീഡിംഗ് എന്ന് പറയുന്നത് 50 ആയിരിക്കും എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ 125 to 150 കാര്യം ചോദിക്കുവാണെങ്കിൽ അവിടെ 125 ആയിരിക്കും അവിടുത്തെ മിനിമം റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. 125 അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തെടുക്കുന്നതായിരിക്കും അവിടെ കിട്ടുന്ന വാല്യൂസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഓൾ റേഞ്ചസ് ഓഫ് മൈക്രോമീറ്റേഴ്സ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ ബാരൽ ഈസ് ഓൺലി 0 to 25. ഇവിടെ ഈ ബാരലിൽ 0 to 25 ആയിരിക്കും റീഡിംഗ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റീഡിംഗ് നോക്കാം. ഹൗ ടു റീഡ് എ മെഷർമെൻറ്റ് വിത്ത് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൽ എങ്ങനെയാണ് റീഡിംഗ് എടുക്കുന്നത് നോക്കാം. ആദ്യം ഫസ്റ്റ് നോട്ട് ദ മിനിമം റേഞ്ച് ഓഫ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. അപ്പോൾ 50 to 75 ആണ്. അപ്പോൾ ഇവിടുത്തെ മിനിമം റീഡിംഗ് എന്ന് പറയുന്നത് 50 mm ആണ്. അപ്പോൾ അത് ആദ്യം നോട്ട് ചെയ്യുക 50. പിന്നെ അതിൻ്റെ കൂടെ ആയിരിക്കും ബാക്കി റീഡിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ റീഡ് ദ ബാരൽ ഗ്രാജുവേഷൻ. ഈ ബാരലിലെ ഗ്രാജുവേഷൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പോൾ മോൾട്ടർ റീഡിംഗ് എന്ന് പറയുന്നത് ഓരോന്നും 1 mm വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11, 12, 13. അപ്പോൾ നമുക്ക് 13 വരെ മുകളിൽ കാണാം. പിന്നെ താഴത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 0.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.5 mm. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാൻ നേരത്തെ ഒരു 0.5 0യിൽ ടച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 0.5 കൂടെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 13.5 നമുക്കവിടെ കിട്ടി. ഓക്കെ. ഓൾറെഡി 50 ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഡിവിഷൻ റീഡിംഗ് ബാരലിലെ റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ ഡിവിഷൻ്റെ 13 mm ആണ്. പിന്നെ ഒരു 0.5 mm താഴത്തെ സബ് ഡിവിഷൻ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ.
0.5. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് 13.5 കിട്ടി. ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ള തിമ്പിൾ ഗ്രാജുവേഷനാണ്. ആ തിമ്പിളിലെ ഗ്രാജുവേഷൻ എത്രയാണെന്ന് നെക്സ്റ്റ് ഫിഗറിലുണ്ട്. ഓക്കെ, റീഡ് ദ തിമ്പിൾ ഗ്രാജുവേഷൻ. അപ്പോൾ ഇവിടെ തിമ്പിളിലെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 10 11 12 13. ഓക്കെ, 13 ഇവിടെ ഡേറ്റം ലൈനുമായിട്ട് കോൺസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡ് ദ തിമ്പിൾ ഗ്രാജുവേഷൻസ് ഇൻ ലൈൻ വിത്ത് ദ ബാരൽ ഡേറ്റം ലൈൻ. ബാരൽ ഡേറ്റം ലൈനുമായിട്ട് ഈ തിമ്പിളിലെ ഗ്രാജുവേഷൻ കോയിൻസൈഡ് ചെയ്യുന്ന ആ വാല്യൂ എത്രയാണെന്ന് നോക്കണം. അതെന്ന് പറയുന്നത് 13 ഡിവിഷനാണ്. ആ 13 ഡിവിഷനെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 13നെ 0.01 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് 0.13 എന്ന് കിട്ടും. അതായത് 13/100. ഓക്കെ, അതാണ് ഈ 0.13 എന്ന് കിട്ടിയത്. അപ്പം ഇത് ആഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആ 50 to 75 മൈക്രോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 50 ആണ്. ബാരൽ റീഡിങ് നമുക്ക് കിട്ടിയത് 13.5 ആണ്. പിന്നെ തിമ്പിൾ റീഡിങ് 0.13 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ 63.63 എന്ന് കിട്ടും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ വാല്യൂ എഴുതാൻ പറയും. അപ്പോൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സാണ്. ഇൻ ഓർഡർ ടു ഡിസ്മാൻഡിൽ ആൻഡ് ക്യാരി ഔട്ട് ദ ക്ലീനിങ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ മൈക്രോമീറ്റർ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് വേരിയസ് പാർട്സ്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാച്ചറ്റ് സ്റ്റോപ്പാണ്. ഈ കാണുന്നതാണ് റാച്ചറ്റ് സ്റ്റോപ്പ്. ദിസ് ഈസ് എ ഡിവൈസ് ഫിറ്റഡ് ഓൺ മൈക്രോമീറ്റേഴ്സ് എൻഷർ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ ദ മെഷറിംഗ് ഫേസ് ഓഫ് ദ മൈക്രോമീറ്റർ വൈൽ മെഷറിംഗ്. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് യൂണിഫോം പ്രഷർ ആ മെഷറിംഗ് ഫേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാച്ചറ്റ് സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ റാച്ചറ്റ് സ്റ്റോപ്പ് വിൽ സ്ലിപ്പ് ബിയോണ്ട് സർട്ടൻ പ്രഷർ, ദസ് പ്രിവെൻറ്റിംഗ് ഫർദർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ വെൻ എക്സസീവ് പ്രഷർ ഈസ് യൂസ്ഡ്. നേരത്തെ പറഞ്ഞായിരുന്നു, ഈ റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് ചെയ്ത് കളയും എക്സസ് പ്രഷർ അവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ അഡ്വാൻസ്മെൻറ്റ് അങ്ങനെ അവിടെ തടയും. ദിസ് ഈസ് മൗണ്ടഡ് ഓൺ ദ തിമ്പിൾ ഓഫ് ദ മൈക്രോമീറ്റർ. അപ്പോൾ ഈ റാച്ചറ്റ് സ്റ്റോപ്പ് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. അതെന്ന് പറയുന്നത് ഈ തിമ്പിളിലായിരിക്കും. ഇവിടെ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്, ഇതിലോട്ട് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കണക്ട്സ് വിത്ത് ദ സ്പിൻഡിൽ വെൻ അസംബിൾഡ്. അത് സ്പിൻഡിലുമായിട്ട് കണക്റ്റഡ് ആവും. ഈ സ്പിൻഡിൽ ഈ തിമ്പിളിലോട്ട് അറ്റാച്ച് ചെയ്യാൻ നേരത്ത്. ഇപ്പോൾ ഈ റാച്ചറ്റ് സ്റ്റോപ്പ് നമുക്ക് ഊരിയെടുക്കാനും ഫിക്സ് ചെയ്യാനുമായിട്ട് ഒരു സ്പെഷ്യൽ സ്പാനർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ സ്പെഷ്യൽ സ്പാനർ ഈസ് പ്രൊവൈഡ് അലോങ് വിത്ത് മൈക്രോമീറ്റർ ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് ദ റാച്ചറ്റ് സ്റ്റോപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തിമ്പിളിനെ കുറിച്ചാണ്. ഓക്കെ, തിമ്പിൾ ഹാസ് എ ഹോളോ ടേപ്പർ. തിമ്പിളിന് ഒരു ഹോളോ ടേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹോളോ ആയിട്ടുള്ള ടേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഹോളോ ആയിട്ടുള്ള ടേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടു മാച്ച് വിത്ത് ദ ടേപ്പർ നോസ് ഫിറ്റഡ് ഓൺ ദ സ്പിൻഡിൽ. ഈ സ്പിൻഡിലിൽ ഒരു ടേപ്പർ നോസ് കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഹോളോ ആയിട്ടുള്ള ടേപ്പർ ആയിരിക്കും തിമ്പിളിൽ കൊടുത്തിരിക്കുക. ഇതാണ് ആ ഹോളോ ടേപ്പർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പിൻഡിലാണ്. സ്പിൻഡിൽ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞായിരുന്നു, വൺ എൻഡിൽ മെഷറിംഗ് ഫേസ് ആയിരിക്കും. അതർ എൻഡ് എന്ന് പറയുന്ന സ്പിൻഡിലിൻ്റെ ത്രെഡഡ് ആണ്. ടേപ്പേർഡ് നോസ് ഫിറ്റഡ് ഓൺ ഇറ്റ്. ഈ ടേപ്പേർഡ് നോസ് ആയിരിക്കും ആ ഹോളോ ടേപ്പറിൽ ഫിക്സ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, തിമ്പിളിൽ ദ ടേപ്പർ നോസ് ഈസ് വെരി ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ഫോർ ആക്സിയൽ അലൈൻമെൻറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ പെർമിറ്റ് പൊസിഷനിങ് ഓഫ് ദ തിമ്പിൾ ഇൻ എനി റിക്വയർഡ് പ്ലേസ് ഡ്യൂറിംഗ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സീറോ എറർ. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ ടേപ്പർ നോസ് എന്ന് പറയുന്നത് വെരി ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ആക്സിയൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ആ തിമ്പിളിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പിൻഡിൽ പാസസ് ത്രൂ എ സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ്. ഓക്കെ, ഈ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാരലിൽ ഒരു സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ് ഉണ്ട്. അതുവഴിയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സ്പിൻഡിൽ പാസസ് ത്രൂ എ സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ് വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദ ബാരൽ. അത് ബാരലിൻ്റെ പാർട്ടാണ്. ഔട്ടർ പോർഷൻ ഓഫ് ദി സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ് ഹാസ് എ ടേപ്പേർഡ് എക്സ്റ്റേണൽ ത്രെഡ്. ആ സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡിന് ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടേപ്പേർഡ് എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാണ്. അവിടെ ഒരു ടേപ്പേർഡ് ത്രെഡ് നെറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ടൈറ്റനിങ് ആൻഡ് ലൂസനിങ് ഓഫ് ദിസ് നെറ്റ് ഇനേബിൾസ് ദ സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ് ടു ക്ലോസ് ഓർ ഓപ്പൺ. അപ്പോൾ ആ നെറ്റ് ടൈറ്റൻ ചെയ്യാൻ നേരത്തും ലൂസൺ ചെയ്യാൻ നേരത്തും ഈ ലൂസനിങ് ഓഫ് ദിസ് നെറ്റ് എനേബിൾസ് സ്പ്ലിറ്റ് ഇൻറ്റേർണൽ ത്രെഡ് ടു ക്ലോസ് ഓർ ഓപ്പൺ. അപ്പോൾ ഇത് ടൈറ്റൻ ചെയ്യാൻ നേരത്തും ലൂസൺ ചെയ്യാൻ നേരത്തും ഇൻറ്റേർണൽ ത്രെഡ് ക്ലോസ് ആകുക ഓപ്പൺ ചെയ്യുകയോ ചെയ്യും. ദിസ് പെർമിറ്റ്സ് വിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ മേറ്റിംഗ് ത്രെഡ്സ്. എന്ന് വിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ സ്പാനർ ആയിരിക്കും കൊടുത്തിരിക്കുക. ഒരു സി സ്പാനർ ആയിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ലോക്കിംഗ് ഡിവൈസ് പ്രൊവൈഡഡ് ഓൺ ദ സ്പിൻഡിൽ ഇസ് ടു അറസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ ആഫ്റ്റർ ടേക്കിംഗ് മെഷർമെൻറ്റ്. അടുത്തത് പ്രിക്കോഷൻസ് ആണ്.
മെഷറിംഗ് ഫേസിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ബെയർ ഫിംഗേഴ്സ്, ഇറ്റ് മൈറ്റ് കോസ് റസ്റ്റിങ്ങിന് കാരണമാകും. പിന്നെ ഇതിൻ്റെ മൈക്രോമീറ്ററിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം ഡിസ്മാൻഡ്ലിങ് അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യും ആഫ്റ്റർ ഡിസ്മാൻഡ്ലിങ്. അസംബിൾ ചെയ്യുന്ന സമയത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് തിൻ ഓയിലായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മെറ്റാലിക് സർഫസിലൊന്നും ഇത് പ്ലേസ് ചെയ്യരുത്. ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് ശേഷം ഒരു ഇനാമൽഡ് ട്രേയിൽ ഇത് വെക്കാവുള്ളൂ. അപ്ലൈ തിൻ കോട്ടിംഗ് ഓഫ് ഓയിൽ വെൻ പ്ലേസിംഗ് ദ മൈക്രോമീറ്റർ ബാക്ക് ആഫ്റ്റർ ദ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം അതിൻ്റെ അകത്ത് ഓയിൽ കോട്ടിങ് കൊടുത്തിരിക്കണം. പിന്നെ ചുമ്മാ ഇത് അഴിക്കുകയും അസംബിൾ ചെയ്യുകയും ചെയ്യരുത്. അവോയ്ഡ് ഡിസ്മാൻഡ്ലിങ് ആൻഡ് അസംബ്ലിങ് ഫ്രീക്വൻ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻസൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻസൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.01 തന്നെയാണ്, 0.1 mm. ഓക്കെ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇൻസൈഡ് മൈക്രോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് ഹോൾസിൻ്റെ ഡയമീറ്റർ എടുക്കുക. പിന്നെ ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്റേണൽ പാരലൽ സർഫസ് ലൈക്ക് സ്ലോട്ടിൻ്റെ പാരലൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന മൈക്രോമീറ്റർ ഹെഡാണ്. ഈ കാണുന്നതാണ് മൈക്രോമീറ്റർ ഹെഡ്. ഇതിൻ്റെ അകത്ത് സ്ലീവ് കാണും, തിമ്പിൾ കാണും, ആൻവിൽ കാണും, പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഫോർ എക്സ്റ്റൻഷൻ റോഡ്. ഒരു ലോക്കിംഗ് സ്ക്രൂ കാണും, അത് എക്സ്റ്റൻഷൻ റോഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തൊക്കെ കാണും? മൈക്രോമീറ്റർ ഹെഡിൽ സ്ലീവ് കാണും, തിമ്പിൾ കാണും, ആൻവിൽ കാണും, ലോക്കിംഗ് സ്ക്രൂ കാണും, അത് എക്സ്റ്റൻഷൻ റോഡിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ റോഡാണ്. ദിസ് ഈസ് ഫിറ്റഡ് ഇൻ ദ ഹോൾ പ്രൊവൈഡഡ് ഇൻ ദ ബാരൽ ഫോർ ദ മൈക്രോമീറ്റർ ഹെഡ്. അപ്പോൾ ഈ മൈക്രോമീറ്റർ ഹെഡിൽ ബാരൽ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ലീവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലായിരിക്കും ഈ എക്സ്റ്റൻഷൻ റോഡ് ഫിറ്റ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് അനദർ മെഷറിംഗ് സർഫസ്. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റൻഷൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വലിപ്പമുള്ള ഹോള് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷൻ റോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോക്കിംഗ് സ്ക്രൂ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോക്ക് ദ എക്സ്റ്റൻഷൻ റോഡ്. അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാം, ലോക്കിംഗ് സ്ക്രൂ എക്സ്റ്റൻഷൻ റോഡിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാൻഡിലാണ്. ഈ കാണുന്നതാണ് ഹാൻഡിൽ. ഓക്കെ, ഇറ്റ് ഈസ് ഫിറ്റഡ് ഇൻ ദ ത്രെഡഡ് ഹോൾ പ്രൊവൈഡഡ് ഇൻ ദ മൈക്രോമീറ്റർ ഹെഡ്. അപ്പോൾ ഈ മൈക്രോമീറ്റർ ഹെഡിൽ ഒരു ത്രെഡഡ് ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലാണ് ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മൈക്രോമീറ്ററിനെ ഹോൾഡ് ചെയ്യാനാണ് അസംബ്ലി വൈൽ മെഷറിംഗ് ഡീപ് ബോർസ്. അപ്പോൾ ഡീപ് ബോർസ് മെഷർ ചെയ്യാൻ നേരത്ത് മൈക്രോമീറ്ററിനെ ഹോൾഡ് ചെയ്യുന്നത് ഹാൻഡിലാണെന്ന് ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേസിംഗ് കോളറാണ്. ഇറ്റ് ഈസ് ആഡഡ് ടു ദ എക്സ്റ്റൻഷൻ റോഡ് ഫോർ അഡീഷണൽ ലെങ്ത്. അപ്പോൾ ഈ അഡീഷണൽ ലെങ്ത് എക്സ്റ്റൻഷൻ റോഡിന് കൊടുക്കാനായിട്ടാണ് ഈ സ്പേസിംഗ് കോളർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. ഇനി ഒരു ഇൻസൈഡ് മൈക്രോമീറ്ററിൻ്റെ റേഞ്ചസ് നോക്കാം. അപ്പോൾ യൂസിങ് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് എക്സ്റ്റൻഷൻ റോഡ്സ് ആൻഡ് സ്പേസിംഗ് കോളേഴ്സ് ഫോളോയിങ് റേഞ്ചസ് ഓഫ് മെഷർമെൻറ്റ് ക്യാൻ ബി ടേക്കൺ. അപ്പോൾ എക്സ്റ്റൻഷൻ റോഡും സ്പേസിംഗ് കോളേഴ്സും ഉപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന അളവിലുള്ള മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റും. 25 to 50, ഓക്കെ, 50 to 200 mm, 50 to 300 mm, 200 to 500 mm, 200 to 1000 mm. ഓക്കെ, അപ്പോൾ ആ റേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ഒരു ഇൻസൈഡ് മൈക്രോമീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ റോഡിൻ്റെ റേഞ്ചസ് ആണ്. 50 to 200 mm ഉള്ള ഒരു ഇൻസൈഡ് മൈക്രോമീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ റോഡ്സിൻ്റെ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ചെക്കിംഗ് പാരലിസം ഓഫ് സർഫസ് ഓഫ് ഡീപ് ബോർസ്. ഇപ്പോൾ ഡീപ് ബോർസിൻ്റെ പാരലിസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഇൻസൈഡ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്ന ഓർക്കുക. അതിൻ്റെ കൂടെ ഈ എക്സ്റ്റൻഷൻ റോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം 50 to 75 mm ഉള്ളതുകൊണ്ട് 75 to 50 mm, 75 to 150 ആണെന്ന് തോന്നുന്നു, അതിലൊരു വ്യക്തത കുറവുണ്ട്. 100 to 125 mm, 125 to 150, 150 to 175, 175 to 200 mm. ഓക്കെ, നെക്സ്റ്റ് ആൻ എക്സ്റ്റൻഡഡ് ഹാൻഡിൽ ക്യാൻ ബി യൂസ്ഡ് വൈൽ മെഷറിംഗ് ഡീപ് ബോർസ്. അപ്പം ഈ ഡീപ് ബോർസ് മെഷർ ചെയ്യാൻ നേരത്താണ് നമ്മൾ എക്സ്റ്റൻഡഡ് ഹാൻഡിൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോർ ചെക്കിംഗ് ദ പാരലിസം ഓഫ് എ സർഫസ് ബോർഡ്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും പാരലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസൈഡ് മൈക്രോമീറ്റർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ റീഡിംഗ് എടുക്കും, എന്നിട്ട് ആ റീഡിംഗ് എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ ആ സർഫസ് പാരലാണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ റീഡിംഗ് അറ്റ് 2 or 3 places, ദാറ്റ് ഈസ് 1 റീഡിംഗ് അറ്റ് ടോപ്പ്
ആദ്യം നമ്മൾ ഈ ബോറിൻ്റെ ടോപ്പിലെ റീഡിംഗ് എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് മിഡിലെ റീഡിംഗ് എടുക്കും. അത് കഴിഞ്ഞ് താഴത്തെ റീഡിംഗ് എടുക്കും. Another reading at the middle and the third reading at the bottom of the bore. If all the three readings are the same, then the surface of the bore are parallel. Any variation in the readings shows a error in the bore. ഇപ്പോൾ എന്തെങ്കിലും ആ റീഡിങ്ങിൽ എറർ ഉണ്ടെങ്കിൽ ആ ബോർ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഷുർ ദാറ്റ് ദ എക്സ്റ്റൻഷൻ റോഡ് ഓർ സ്പേസിംഗ് കോളർ ആർ ഫിറ്റഡ് കറക്റ്റ്ലി. അപ്പോൾ ഈ സ്പേസിംഗ് കോളറും എക്സ്റ്റൻഷൻ റോഡും കറക്റ്റ് ആയിട്ടായിരിക്കണം ഫിറ്റ് ചെയ്യുന്നത്. ചെക്ക് ദ സീറോ സെറ്റിംഗ് ഓഫ് ദ ഇൻസൈഡ് മൈക്രോമീറ്റർ വിത്ത് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഓക്കെ, എൻ്റെ സീറോ സെറ്റിംഗ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എൻഷുർ ദാറ്റ് ദ മെഷറിംഗ് ഫേസസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഇതാണ് ആക്സിസ്. ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മുടെ മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഹാൻഡിൽ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ എബോവ്. അപ്പോൾ ഹാൻഡിൽ എന്ന് പറയുന്നത് ആക്സിസിന് പാരലൽ ആയിരിക്കണം. വെൻ മെഷറിംഗ് ബോർഡ്സ് ദ മൈക്രോമീറ്റർ മസ്റ്റ് ബി സെറ്റ് ഫോർ ലാർജസ്റ്റ് വാല്യൂ. അപ്പം ബോർഡ്സ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മൈക്രോമീറ്റർ സെറ്റ് ചെയ്യേണ്ട ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കണം. വൈൽ മെഷറിംഗ് ബിറ്റ്വീൻ ഫ്ലാറ്റ് സർഫസ് മൈക്രോമീറ്റർ ഷുഡ് ബി സെറ്റ് ഫോർ സ്മോളസ്റ്റ് വാല്യൂ. ഒരു ഫ്ലാറ്റ് സർഫസ് മെഷർ ചെയ്യാനായിട്ട് സ്മോളസ്റ്റ് വാല്യൂവിൽ സെറ്റ് ചെയ്താൽ മതി. എൻഷുർ ദാറ്റ് ദ വാൾ സർഫസ് ഓഫ് ദ ബോർ ആർ ഫ്രീ ഫ്രം ബർ, ഓയിൽ എക്സെട്ര ബിഫോർ യൂസിങ് ആൻ ഇൻസൈഡ് മൈക്രോമീറ്റർ. ഒരു ഇൻസൈഡ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ബോർ സർഫസിൽ ബറോ ഓയിലോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. സെറ്റ് ദ ഇൻസൈഡ് മൈക്രോമീറ്റർ ഇൻ ദ ബോർ to the correct field. Do not drag or force the inside micrometer in the bore. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ബോറിൽ നമ്മൾ മെഷർ ചെയ്യാൻ നേരത്ത് മൈക്രോമീറ്ററിനെ ഡ്രാഗ് ചെയ്യാനോ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻസൈഡ് മൈക്രോമീറ്ററിൽ നിന്ന് നമുക്ക് അറിയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെപ്ത് മൈക്രോമീറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിലെന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീവ് ഉണ്ട്, അല്ലെങ്കിൽ ബാരലുണ്ട്, തിമ്പിളുണ്ട്. ഓക്കെ, ഡെപ്ത് മൈക്രോമീറ്റർ കൺസിസ്റ്റ് എ സ്റ്റോക്ക് ഓൺ വിച്ച് എ ഗ്രാജുവേറ്റഡ് സ്ലീവ് ഫിറ്റഡ്. അപ്പോൾ ഗ്രാജുവേറ്റഡ് സ്ലീവ് സ്റ്റോക്കുമായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതർ എൻഡ് ഓഫ് ദ സ്ലീവ് ഈസ് ത്രെഡഡ് വിത്ത് 0.5 mm പിച്ച് വി ത്രെഡ്. അപ്പോൾ ഈ സ്ലീവിൻ്റെ അതർ എൻഡിൽ 0.5 mm പിച്ചുള്ള വി ത്രെഡ് ആണുള്ളത്. എ തിമ്പിൾ വിച്ച് ഈസ് ഇന്റേണലി ത്രെഡഡ് ടു ദ സെയിം പിച്ച് ആൻഡ് ഫോം മേറ്റ്സ് വിത്ത് ത്രെഡഡ് സ്ലീവ് ആൻഡ് സ്ലൈഡ്സ് ഓവർ ഇറ്റ്. ഈ തിമ്പിളിലും ഇന്റേണലി ത്രെഡഡ് ഉള്ളതാണ്. അത് ഈ സ്ലീവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് അതിനുള്ളിലൂടെയാണ് ഇത് സ്ലൈഡ് ചെയ്യുന്നത്. ദ അതർ എൻഡ് ഓഫ് ദ തിമ്പിൾ ഹാസ് ആൻ എക്സ്റ്റേണൽ സ്റ്റെപ്പ് മെഷീൻഡ് ആൻഡ് ത്രെഡഡ് ടു അക്കോമഡേറ്റ് തിമ്പിൾ ക്യാപ്പ്. അപ്പോൾ ഈ തിമ്പിൾ ക്യാപ്പ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അതർ എൻഡ് ത്രെഡഡ് ആണ്. പിന്നെ ഇവിടെയും എക്സ്റ്റൻഷൻ റോഡ് യൂസ് ചെയ്യാറുണ്ട്. ഓൺ ഈച്ച് ഓഫ് ദം റേഞ്ച് ഓഫ് സൈസസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദാറ്റ് റോഡ് എൻഗ്രേവ്ഡ് ആസ് 0 to 25, 25 to 50, 50 to 75, 75 to 100, 100 to 125, 125 to 150. These extension rods can be inserted inside the thimble and sleeve. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ റോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ തിമ്പിളിൻ്റെയും സ്ലീവിൻ്റെയും ഉള്ളിലൂടെ ആയിരിക്കും. ഓക്കെ, എക്സ്റ്റൻഷൻ റോഡ് ഹാവ് എ കോളർ ഹെഡ് വിച്ച് ഹെൽപ്സ് ദ റോഡ് ടു ബി ഹെൽഡ് ഫേംലി. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ റോഡിൽ കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആയിട്ടിരിക്കും. മെഷറിംഗ് ഫേസ് എന്ന് പറയുന്നത് മെഷറിംഗ് ഫേസസ് ഓഫ് ദ സ്റ്റോക്ക് ആൻഡ് ദ റോഡ്സ് ആർ ഹാർഡൻഡ്, ടെമ്പേർഡ് ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെയും ഈ റോഡിൻ്റെയും മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത് ഹാർഡൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ടെമ്പറിങ്ങും ഗ്രൈൻഡും ചെയ്തിട്ടുണ്ടായിരിക്കും. മെഷറിംഗ് ഫേസ് ഓഫ് ദ സ്റ്റോക്ക് ഈസ് പെർഫെക്റ്റ്ലി മെഷീൻഡ് ഫ്ലാറ്റ്. ഓക്കെ, ആൻവിലിൻ്റെയും സ്പിൻഡിലിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ഇവിടെ സ്റ്റോക്കിൽ മെഷറിംഗ് ഫേസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് മെഷീൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ എക്സ്റ്റൻഷൻ റോഡ് മേ ബി റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ഡെപ്ത് ടു ബി മെഷേർഡ്. ഏത് സൈസാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ള, ഡെപ്താണ് മെഷർ ചെയ്യാനുള്ള, അതനുസരിച്ച് നമ്മൾ എക്സ്റ്റൻഷൻ റോഡ് റിമൂവ് ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഗ്രാജുവേഷൻ ആൻഡ് ലിസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പോലെ തന്നെയാണ്. ഓക്കെ, ഓൺ എ സ്ലീവ് ഡേറ്റം ലൈൻ ഈസ് മാർക്ക്ഡ് ഫോർ എ ലെങ്ത് ഓഫ് 25 mm. സ്ലീവിൽ 25 mm തന്നെയാണ്. അതെന്ന് പറയുന്നത് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും 1 mm ആയിരിക്കും. പിന്നെ ഈച്ച് ഫിഫ്ത്ത് ലൈൻ ഈസ് ഡ്രോൺ എ ലിറ്റിൽ ലോങ്ങർ. നേരത്തെ 0.5 എന്നൊക്കെ എഴുതിയില്ലേ, അതുപോലെ തന്നെ ആ 5 എന്നുള്ള സ്ഥലത്ത് ആ ലൈൻ ലോങ്ങർ ആയിരിക്കും ആൻഡ് നമ്പേർഡ്. ഓക്കെ, ഈച്ച് ലൈൻ റെപ്രസെൻറ്റിംഗ് 1 mm ഈസ് ഫർദർ സബ്ഡിവൈഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. നേരത്തെ പറഞ്ഞായിരുന്നു താഴത്തെ റീഡിങ്. ഓക്കെ, താഴത്തെ റീഡിങ് ഇതേപോലെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 0.5 mm ആയിരിക്കും. ഔട്ട്സൈഡ് മൈക്രോമീറ്ററിലും അതുപോലെ തന്നെ. ഓക്കെ, പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് സീറോ റീഡിംഗ് ആണ്. ചെക്കിംഗ് ദ സീറോ സെറ്റിംഗ്. സീറോ സെറ്റിംഗ് എന്ന് പറയുന്നത്
ഈ സ്ലീവിൻ്റെ ഡേറ്റം ലൈനും തിമ്പിളിൻ്റെ സീറോ റീഡിങ്ങും ഒരേപോലെ വരുന്ന ഏരിയയാണ്. അത് തന്നെ നമുക്ക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൽ പോസിറ്റീവ് സീറോ എററുണ്ട്, നെഗറ്റീവ് സീറോ എററുണ്ട്. ഓക്കെ, അത് നമുക്ക് MCQ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഈ ഡെപ്ത് മൈക്രോമീറ്ററിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഗ്രാജുവേഷൻസ് നമ്പർ ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, 0 ഗ്രാജുവേഷൻ ഓൺ ദ സ്ലീവ് ഈസ് ഓൺ ദ ടോപ്പ് ആൻഡ് 25 mm ഗ്രാജുവേഷൻ നിയർ ദ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഈ 25 mm എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൻ്റെ അടുത്തും ഈ തിമ്പിളിൻ്റെ അടുത്തുമായിരിക്കും 0 മാർക്കിങ്ങും വരുന്നത്. ഓക്കെ, ബിവൽ എഡ്ജ് ഓഫ് ദ തിമ്പിൾ ഈസ് ഓൾസോ ഗ്രാജുവേറ്റഡ്. ഈ ബിവൽ എഡ്ജ് ഓഫ് ദ തിമ്പിളും ഗ്രാജുവേറ്റഡ് ആണ്. ദ സർക്കംഫറൻസ് ഈക്വലി ഡിവൈഡ് ഇൻറ്റു 50 ഈക്വൽ പാർട്സ്. ഇതും 50 ഈക്വൽ പാർട്സ് ആണ്, പക്ഷേ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഇവിടെയും. എവറി 5th ഡിവിഷൻ ലൈൻ ഈസ് ഡ്രോൺ അറ്റ് എ ലിറ്റിൽ ലോങ്ങർ ആൻഡ് നമ്പേർഡ്. ദ നമ്പറിംഗ് ഈസ് റിവേഴ്സ് ഡയറക്ഷൻ ആൻഡ് ഇൻക്രീസസ് ഫ്രം 0 to ആ 50 വരെയുള്ള രീതിയിലാണ്. അതായത് നേരത്തെ തിമ്പിളിൻ്റെ 0, 5 ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിലെന്ന് പറയുന്നത് തിമ്പിളിൽ 0, 5 മുകളിലായിരിക്കും 45 വരുന്നത്. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. The advancement of the extension rod for one full turn of thimble is 1 pitch which is 0.5 mm. അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ റോഡിൻ്റെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ആ പിച്ചിൻ്റെ അതേ തിമ്പിളിൻ്റെ 1 പിച്ചിൻ്റെ അതേ ഫോമിലായിരിക്കും, അതായത് 0.5 mm ആയിരിക്കും. Therefore, advancement of extension rod for one division movement of the thimble will equal to 0.5/50. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 തന്നെയായിരിക്കും കിട്ടുന്നത്. This will be the smallest measurement that can be taken with this instrument, and so this is the accuracy of this instrument. അപ്പോൾ ഇതിൻ്റെയും ആക്യുറസി 0.01 mm തന്നെയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നേരത്തെ ഔട്ട്സൈഡിൽ എടുത്തതുപോലെ തന്നെ റീഡിങ് എടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബാരൽ റീഡിങ് 8 mm ആണ് നമുക്ക് ഇതിൽ വന്നത്. സബ് ഡിവിഷൻ ഇതേപോലെ 0.5. പിന്നെ തിമ്പിൾ റീഡിങ് വന്നത് 3 ആണ് വന്നത്. അത് ഇൻറ്റു എൻ്റെ ലിസ്റ്റ് കൊണ്ട് ചെയ്യുമ്പം 0.03. പിന്നെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് 8.53 mm വരും. ഇൻ ബാരൽ റീഡിംഗ് മെയിൻ ഡിവിഷൻ ആൻഡ് സബ് ഡിവിഷൻ ഹാവ് ബീൻ ഹിഡൻ കവേർഡ് ബൈ ദ തിമ്പിൾ. ഇപ്പോൾ ബാരൽ റീഡിങ്ങിൽ ഇവിടെ മെയിൻ ഡിവിഷനും സബ് ഡിവിഷനും ഈ തിമ്പിൾ വെച്ചിട്ട് കവർ ചെയ്തിരിക്കും. ഈ ഡെപ്ത് മൈക്രോമീറ്ററിൻ്റെ യൂസസ് എവിടേക്കാണെന്ന് നോക്കാം. ഡെപ്ത് മൈക്രോമീറ്റേഴ്സ് ആർ സ്പെഷ്യൽ മൈക്രോമീറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഡെപ്ത് ഓഫ് ഹോൾസിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാം. പിന്നെ ഗ്രൂസ്, റെസസ് അതിൻ്റെയൊക്കെ ഡെപ്ത് മെഷർ ചെയ്യാം. ഹൈറ്റ് ഓഫ് ഷോൾഡേഴ്സ് ഓർ പ്രൊജക്ഷൻസ്, ഷോൾഡേഴ്സിൻ്റെയോ പ്രൊജക്ഷൻസിൻ്റെയൊക്കെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഡെപ്ത് മൈക്രോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ വേറൊരു ടൈപ്പാണ് ഡിജിറ്റൽ മൈക്രോമീറ്റർ. ഓക്കെ, ഡിജിറ്റൽ മൈക്രോമീറ്റർ എന്ന് പറയുന്ന സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷറിംഗ് എക്യുപ്മെൻ്റ് ആണ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ഇത് വെഴ്സറ്റൈൽ നേച്ചറാണ്. ഡിജിറ്റൽ മൈക്രോമീറ്റർ സോ പോപ്പുലർ. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈക്രോമീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിസ്റ്റ് കൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. LCD ഡിസ്പ്ലേസ് മെഷറിംഗ് ഡേറ്റ ആൻഡ് മേക്സ് ഡയറക്റ്റ് റീഡ് ഔട്ട് വിത്ത് റെസൊല്യൂഷൻ ഓഫ് 0.01 mm. അതിൻ്റെ റെസൊല്യൂഷൻ പറയുന്നത് 0.01 mm ആണ്. ഒറിജിൻ സെറ്റിംഗ് ഇതിലെന്ന് പറയുന്നത് ഒറിജിൻ സെറ്റിംഗ് mm/inch കൺവേർഷൻ. ഇതിൻ്റെ അകത്ത് മില്ലിമീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങിനെ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇഞ്ചിലുള്ളതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്വിച്ച് ഫോർ അബ്സല്യൂട്ട് ആൻഡ് ഇൻക്രിമെൻ്റൽ മെഷർമെൻറ്റ്. ഓക്കെ, കാർബൈഡ് ടിപ്ഡ് മെഷറിംഗ് ഫേസസ് ആണ് ഇവിടെ ഉള്ളത് കാർബൈഡ് ടിപ്ഡ് മെഷറിംഗ് ഫേസസ് ആണ്. നേരത്തെ അലോയ് സ്റ്റീൽ കൊണ്ടായിരുന്നു ആ മെഷറിംഗ് ഫേസസ് ഉണ്ടാക്കിയിരുന്നത്. ആൻവിൽഡ് റാച്ചറ്റ് എൻഷേഴ്സ് ഇൻവേരിയബിൾ മെഷർമെൻറ്റ് ആൻഡ് ആക്യുറേറ്റ് റിപ്പീറ്റബിൾ റീഡിങ്. അപ്പം വേരിയബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റും ആക്യുറേറ്റ് റിപ്പീറ്റബിൾ റീഡിങ്ങും റാച്ചറ്റ് ഇവിടെ എൻഷർ ചെയ്യും. അവിടെ യൂണിഫോം പ്രഷർ ആയിരുന്നു, ഇവിടെ ഇൻവേരിയബിൾ മെഷർമെൻറ്റ് ആൻഡ് ആക്യുറേറ്റ് റിപ്പീറ്റബിൾ റീഡിംഗ് ആണ്. പിന്നെ ആക്യുറസി ഓഫ് ഡിജിറ്റൽ മൈക്രോമീറ്റർ. ഡിജിറ്റൽ മൈക്രോമീറ്റർ പ്രൊവൈഡ് 10 times മോർ പ്രിസിഷൻ ആൻഡ് ആക്യുറസി. അപ്പം അത് നേരത്തെ 0.01 ആയിരുന്നു ആക്യുറസി, ഇവിടെ 0.001 ആണ് ഡിജിറ്റൽ മൈക്രോമീറ്ററിൻ്റെ ആക്യുറസി എന്ന് നോട്ട് ചെയ്യുക. 0.0005 inches or 0.001 mm റെസൊല്യൂഷൻ വിത്ത് 0.001 inches or 0.001 mm ആക്യുറസിയാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ്റെയും അതിൻ്റെ MM-ലുള്ള ഇഞ്ചസിലുള്ള വാല്യൂസും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഡീറ്റെയിൽ മൈക്രോമീറ്റർ നമുക്ക് ഡയറക്റ്റ് റീഡിംഗ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അതുകൂടാതെ തിമ്പിളും സ്ലീവും വെച്ച് അല്ലാതെ നമുക്ക്
വാല്യൂ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. പ്രൊവൈഡ് വിത്ത് ഹൈ പ്രസിഷൻ റീഡിംഗ് വിത്ത് LCD ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റീഡിംഗ് കാണിച്ചിരിക്കുന്നത് 14.054 mm ആണ്. ഈ കാണിച്ചിരിക്കുന്ന റീഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റീഡിംഗ് ഓൾസോ ബൈ റീഡിംഗ് ദ മാർക്സ് ഓൺ ദ സ്ലീവ്. നമുക്ക് സ്ലീവിൽ നോക്കി തിമ്പിളും റീഡ് ചെയ്ത് നമുക്ക് റീഡിംഗ് എടുക്കാം. യൂഷ്വലി റീഡിംഗ് ഫ്രം ലാർജ് LCD ഡിസ്പ്ലേ ഫോർ ദ ഡിജിറ്റൽ മൈക്രോമീറ്റർ ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ റീഡിംഗ് ഇസ് മോർ ആക്യുറേറ്റ് ആയിരിക്കും. റീഡിംഗ് ഓൺ ദ സ്ലീവ് ആൻഡ് തിമ്പിൾ ഇസ് ജസ്റ്റ് ഫോർ റെഫറൻസിന് വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. റീഡ് ദ മാർക്കിംഗ് ഓൺ ദ സ്ലീവ് ആൻഡ് തിമ്പിൾ. ഫസ്റ്റ്ലി റീഡ് ദ പോയിന്റ് വിച്ച് തിമ്പിൾ സ്റ്റോപ്സ് ഇറ്റ് ഓൺ ദ റൈറ്റ് ഓഫ് ദ സ്ലീവ്. If it is 40 mm here, because each line above the center line represents 1 mm while each line below the center line represents 0.5 mm. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആ എബോ ഉള്ള ലൈന് 1 mm ബിലോ ഉള്ളത് 0.5 mm ആണ്. പിന്നെ സെക്കൻഡ്ലി റീഡ് ദ മാർക്കിംഗ്സ് ഓൺ ദ തിമ്പിൾ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 5 and 6, സോ യു നീഡ് ടു എസ്റ്റിമേറ്റ് ദ റീഡിങ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 0.054 ആണ് വരുന്നത്. അതായത് ഇവിടുത്തെ 0.01 ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട്. അപ്പം 3 വാല്യൂസ്, അതെ 3 ഡിജിറ്റ് ഉള്ള ഡെസിമൽ പോയിന്റിലായിരിക്കും നമുക്കിതിൽ വാല്യൂ കിട്ടുന്നത്. അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. അറ്റ് ലാസ്റ്റ് ആഡ് ഓൾ ദ റീഡിംഗ് അപ്പ് 14 mm പ്ലസ് 0.054 mm എന്ന് പറയുന്നത് 14.04 ആ വാല്യൂ ആണ് ബ്ല എഴുതി വെച്ചിരിക്കുന്നത്. അതിലും കാര്യമില്ല. അപ്പോൾ ഡീറ്റെയിൽ മൈക്രോമീറ്ററിനെ കുറിച്ച് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് വാല്യൂ കിട്ടുന്നത്. അതിൻ്റെ ആക്യുറസിയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ PDF വരാമെന്ന് വായിച്ചു വിട്ടാൽ മതി. ജസ്റ്റ് ബാറ്ററിയുടെ കാര്യവും അത് അബ്നോർമൽ ആവുന്ന ഫ്ലാഷിംഗ് ഔട്ട് ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ഈ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ടർ എൻ്റർ ചെയ്ത് ബാറ്ററി കവറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബാറ്ററി കവർ എടുത്തിട്ട് ബാറ്ററി കവറിട്ട് ടെമ്പറേച്ചർ ഓഫ് നോട്ട് മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസിൽ അത് ഡ്രൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈക്രോമീറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അറിയാനുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രമിക്കണം.